സാമ്യപരിഷ്കരണ രംഗത്ത് നടത്തിയ നവോത്ഥാനം വിലമതിക്കാനാവാത്തതാണ്. നാടകം നാടിന്റെ സ്പന്ദനം തന്നെയാണ്. നാടകകലാകാരന്മാർക്ക് കിട്ടുന്ന അംഗീകാരം വിലമതിക്കാനാവാത്തതാണെന്ന് CR മഹേഷ് MLA പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച നാടക മത്സരത്തിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നേടിയ ഗിരീഷ് രവിയെയും കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജേതാവായ ബിജു ജയനന്ദിനെ വീട്ടിലെത്തിയും മികച്ച നാടക സംവിധാനം, ദീപ സംവിധാനം എന്നീ അവാർഡുകൾ നേടിയ രാജേഷ് ഇരുളത്തെ സഹോദരൻ അയ്യപ്പൻ സ്മാരക ഹാളിലെത്തിയുമാണ് MLA ആദരിച്ചത്. സിനിമാ നടൻ ആദിനാഥ്, ശശി, TM ലെവൽ, ബാലകൃഷ്ണൻ, ദിശി ആന്റണി, നടന്മാരായ സാജു മേനോൻ, സാബു ചെറായി, ബിജു മുഹമ്മദ്, അനിയൻ പനക്കൽ, ജെയ്സൺ എന്നിവർ സംബന്ധിച്ചു. ഒരു സാംസ്കാരിക ഇടപെടലിൻ്റെ ഭാഗം കൂടിയാണ്. ഈ യാത്രയ്ക്ക് വിവിധ ഉദ്ദേശ്യങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും പരമപ്രധാനമായ ഒരു ഉദ്ദേശ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കറിയാം, നാടക ലോകം വളരെ വിസ്മയിപ്പിക്കുന്നതാണ്, ചരിത്രത്തെ മാറ്റിമറിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അത് അനുഭവിക്കാറുണ്ട്. നാടകത്തിൻ്റെ പോരാട്ട ചരിത്രമെടുത്താൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പലപ്പോഴും അധികാരി വർഗങ്ങൾ പലപ്പോഴും നാടക കലാകാരന്മാരോടും നാടകത്തോടുമൊക്കെ വല്ലാത്ത ഒരു മനോഭാവം കാണിക്കാറുണ്ട്. അത് നമ്മൾ വേദനയോടെ ഉൾക്കൊണ്ടുകൊണ്ടും നാടകങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. നിങ്ങളൊക്കെ ഒരു പക്ഷേ നാടകത്തെ ഇഷ്ടപ്പെടുന്നതും നാടകം സംവിധാനം ചെയ്യുന്നതും ആ സൃഷ്ടിയോടുള്ള ഏറ്റവും അദമ്യമായ ഒരു അംബീഷൻ കൊണ്ടായിരുന്നു. ഒരു എഴുത്തുകാരൻ ഒരു കൃതി എഴുതുന്നത് പോലെ, ഒരു കവി കവിത എഴുതുന്നത് പോലെ, ഒരു പ്രഭാഷകൻ പ്രഭാഷണം നടത്തുന്നത് പോലെ തുല്യമാണ് ഒരു നടൻ അല്ലെങ്കിൽ നടി മറ്റൊരാൾ എഴുതി വച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തെ, അവരുടെ മനോമുഖരത്തിലുള്ള കഥാപാത്രത്തെ ഒരു അരങ്ങിൽ അവതരിപ്പിക്കുകയും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കവിത എഴുതുന്നത് പോലെ, കവി കവിത എഴുതുന്നത് പോലെ, കഥാകൃത്ത് കഥ രചിക്കുന്നത് പോലെ, നോവലിസ്റ്റ് നോവൽ എഴുതുന്നത് പോലെ അതിനൊക്കെ തുല്യമായിട്ട് കാണുന്ന ഒരാളാണ്. നിങ്ങൾ നാടകത്തിൻ്റെ ഭാഗമായിട്ട് സജീവമായി നിൽക്കുമ്പോൾ പ്രേക്ഷകരായിട്ട് ഞങ്ങൾ ഒരുപാട് പേർ നിങ്ങളുടെ ഈ സൃഷ്ടികൾ കാണുവാനും ഞങ്ങൾക്കത് വല്ലാതെ സന്തോഷം നൽകുവാനും വല്ലാത്ത പോസിറ്റീവ് എനർജി നൽകാനും ചെയ്യുന്നു. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ആത്മകഥപരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതാണ് നാടകത്തെ സ്നേഹിക്കുന്നവർ, നാടകത്തിലും നാടകങ്ങളിലും അഭിനയിക്കുന്നവർക്ക് അപ്പുറം ഒരു വലിയ സമൂഹം നാടകത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ അക്കാഡമി, സംഗീത നാടക അക്കാഡമി കഴിഞ്ഞ വർഷം 23 വർഷത്തിൽ നടത്തിയ നാടകങ്ങളുടെ തിരഞ്ഞെടുപ്പും 2024 നടത്തിയ ആ മത്സരങ്ങളുടെ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. വൈപ്പിൻ ദേശം ഈ ചരിത്രം രചിക്കുന്ന ഏറ്റവും ചരിത്രപരമായ ഒരുപാട് പോരാട്ടങ്ങൾ ഉറങ്ങിയ മിശ്രഭോജനമടക്കം നടക്കുന്ന മലയാള നവോത്ഥാനത്തെ, കേരളത്തിൻ്റെ നവോത്ഥാനത്തെ മാറ്റിമറിച്ചൊരു സ്ഥലത്ത് നിന്ന് സഹോദരൻ അയ്യപ്പൻ്റെ സ്മരണകളൊക്കെയുള്ള ഒരു നാട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു ചടങ്ങിനെ ധന്യമാക്കാൻ എത്തുമ്പോൾ അത് മറ്റൊരു ചരിത്രം രചിക്കുന്ന ഒരു പ്രക്രിയയായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മത്സരത്തിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന എല്ലാവർക്കും കുറേ കലാകാരന്മാർക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയാള നാടക സംവിധാന രംഗത്തെ മറ്റൊരു രുചിഭേദങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും നമുക്ക് കൂടുതൽ നാടക പ്രേക്ഷകർ പക്ഷേ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളൊക്കെ തിരിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും തിരിച്ച് 1.5 പതിറ്റാണ്ട് മുമ്പ് ശക്തി പ്രാപിച്ച് നമ്മുടെ സ്കൂളുകളൊക്കെ സജീവമായി നമ്മുടേതായി മാറിയതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആ കെട്ടുപാടുകളിൽ നിന്നൊക്കെ മാറി ഇതെൻ്റെ സ്കൂൾ എന്ന് പറയുന്ന പോലെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടതുപോലെ മലയാള നാടകവേദിയിൽ ഒരു ചിരപരിചിതമായ ചില രുചിഭേദങ്ങൾ കണ്ടുമടുത്ത് നാടകങ്ങളെ കാഴ്ചയിൽ നിന്നും വിട്ടുപോയ ഒരു സമൂഹത്തെ തിരിച്ച് നാടക കാഴ്ചയിലേക്ക് കൊണ്ടുവന്ന അതുല്യനായ ഒരു കലാകാരനാണ് ശ്രീ രാജേഷ് ഇളം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഓണാട്ടുകരയുടെയോ തിരുവിതാംകൂറിൻ്റെയോ മധ്യ തിരുവിതാംകൂറിൻ്റെയോ ഒക്കെ ഭാഗമായിരുന്നവർ, അല്ലെ ആലപ്പുഴയുടെയും ഒക്കെ ഭാഗമായിരുന്ന ഒരുപാട് കലാകാരന്മാർ സംഭാവന ചെയ്തെങ്കിലും വയനാട് ജില്ലയിൽ നിന്നും ഒരുപക്ഷെ ഒരു കലാകാരൻ ഒരു സംവിധാന രംഗത്തേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ
ശ്രീ രാജേഷ് ഇല്ലത്തെ ആദരിക്കുന്ന ഒരു മഹത്തായ ചടങ്ങാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കരുനാഗപ്പള്ളിയുടെ MLA, നമുക്കറിയാം കലാകാരന്മാരെയും കലാഹൃദയമുള്ളവരെയും ഒക്കെ വളരെ സ്നേഹിക്കുകയും അവരുടെ ആത്മദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ് ശ്രീ CR മഹേഷ് MLA. അദ്ദേഹം നിയമസഭയിൽ നാടക കലാകാരന്മാരുടെ വിഷയങ്ങൾ പല ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചുകൊണ്ട് ആ നിയമസഭയിലെ ഒരു പ്രക്രിയയുടെ ഭാഗമാണത്. അത് നിയമസഭയുടെ രേഖകളിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിന് മറുപടിയൊക്കെ മന്ത്രിമാർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു തായമ്പക കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു നാടകകൃത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു നാടകകൃത്തായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായ ശ്രീ CR മഹേഷ് MLA നമ്മുടെ ഈ ചടങ്ങിനെ എത്തി ഈ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഇല്ലത്തെ ആദരിക്കുകയാണ്. തൊട്ടു മുമ്പ് ശ്രീ ഗിരീഷ് രവി, ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയ ശ്രീ ഗിരീഷ് രവി, അത് ശ്രീ രാജേഷ് ഇല്ല സംവിധാനം ചെയ്ത നാടകത്തിലെ കഥാപാത്രത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. അതോടൊപ്പം തന്നെ തൊട്ട് മുമ്പത്തെ വർഷം 2022 അവാർഡ് കിട്ടിയ ശ്രീ ബിജു ജയാനന്ദൻ, അതും രാജേഷ് ഇല്ലവും ഹേമന്ത് കുമാറും കൂട്ടുകെട്ടിൽ പിറന്ന നാടകത്തിൽ അഭിനയിച്ചതിനാണ്. അപ്പോൾ ആ ഒരു രണ്ട് ചടങ്ങുകൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് അത് ഗിരീഷിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. തൊട്ട് മുമ്പ് അവിടെ കുറേ നാട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ അത് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ക്യാമ്പിൽ, ഇത് അണിയറയുടെ ക്യാമ്പാണ്. ഇവിടെ മറ്റൊരു നാടകലോകത്ത് വിസ്മയിപ്പിക്കുന്ന, നാടകലോകത്ത് മറ്റൊരു രുചിഭേദം സൃഷ്ടിക്കുന്ന നാടകമായ ഡ്രാക്കുളയുടെ ഈ അരങ്ങിൽ, അതും സഹോദരൻ അയ്യപ്പൻ്റെ പാദസ്പന്ദനങ്ങളേറ്റ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ശ്രീ രാജേഷ് ഇല്ലത്തെ ആദരിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ശ്രീ മലയാള നാടകവേദിക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ, മലയാള നാടകവേദിയിൽ ആദ്യമായിട്ട് ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് എങ്കിൽ അത് 2-3 പതിറ്റാണ്ടിന് മുമ്പ് ശ്രീ ആദിനാടി ശശിക്കായിരുന്നു. ഇന്ന് നാടകലോകത്ത് അദ്ദേഹം എല്ലാ തൊട്ട് മുമ്പത്തെ വർഷവും നാടകലോകത്തുണ്ടായിരുന്നു. സിനിമയിലും സീരിയലിലും വെബ് സീരീസിലും ഒക്കെ വളരെ സജീവമായി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയുണ്ട്. അദ്ദേഹവും ഞങ്ങളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സാഹിതിയുടെ അമരക്കാരനും നേരത്തെ നിരവധി നാടകങ്ങൾ എഴുതുകയും നാടകത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഓണാട്ടുകരയുടെ ഭാഗമായ ശ്രീ അനിയൻ പനക്കൽ, നാടകമേളകളും മത്സരങ്ങളും ആദ്യമായി ഓണാട്ടുകരയെ കൊണ്ടുവന്ന യൗവന എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ അമരക്കാരുടെ ഒരാളായ ശ്രീ അനിയൻ പനക്കലുണ്ട്. പൊതുരംഗത്ത് നിൽക്കുന്ന ശ്രീ ജെയ്സൺ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വിനോദ് കുണ്ടുകാട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഷിജിരാജ്, നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരായ സാജു മേനോൻ, മുരളി ബാബു, സാബു ചേറായി, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ഈ നാടകത്തിൻ്റെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന നല്ല എഴുത്തുകാരനും നല്ല ചിന്തകനും ഒക്കെയായ എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് അഷ്റഫുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ മനോജുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജെസ്സി എന്ന് പറയുന്ന സഹോദരിയുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം നാടകത്തിൽ വീണ്ടും സജീവമാവുകയാണ്. ഒരുപക്ഷെ സാഹിതിയുടെ ഏറ്റവും മനോഹരമായ സൈനബ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ വളരെ സജ്ജമായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരി നമ്മളോടൊപ്പം ഈ കൂട്ടായ്മയിൽ. അതുകൊണ്ട് നേരത്തെ നമ്മുടെ ശ്രീ വിനോദ് സൂചിപ്പിക്കേണ്ട, ഞാൻ ഓഡിയൻസ് ആയിട്ടിരുന്നോളാം, ഓഡിയൻസ് ഇല്ല, ഇതൊരു ഡയസ് മാത്രമാണ്. പിന്നെ ബാക്കി പേര് ആരുടെയെങ്കിലും ഞാൻ എനിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ലഭിച്ചത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. മലയാളത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഹോദരൻ അയ്യപ്പൻ എന്ന പകരം വെക്കാനില്ലാത്ത ഒരു നവോത്ഥാന നായകൻ, അദ്ദേഹത്തിൻ്റെ ഈ മണ്ണിൽ വരാൻ കഴിഞ്ഞത് ഏറ്റവും ഭാഗ്യമാണ്. മറ്റൊന്ന്, മലയാള നാടകവേദിക്ക് ഒരുപാട് നല്ല നാടകങ്ങൾ സമ്മാനിച്ച ചങ്ങനാശ്ശേരി അണിയറയുടെ ഒരു ക്യാമ്പിൽ കയറാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായി കരുതുകയാണ്. പുതിയ ഡ്രാക്കുള എന്ന ഏറ്റവും മനോഹരമായ നാടകം എല്ലാ നാടകപ്രേമികളും വളരെ കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ക്യാമ്പാണ്. ഞങ്ങൾ എത്തിച്ചേർന്നതിൻ്റെ ഉദ്ദേശമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. പ്രിയപ്പെട്ട ശ്രീ ഗിരീഷ് രവി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നാടകത്തിൽ നിൽക്കുന്നയാളാണ്. മത്സ്യബന്ധന തൊഴിലാളിയായി, ഓട്ടോറിക്ഷ തൊഴിലാളിയായി, പെയിൻറ്റിങ് തൊഴിലാളിയായി, ഒപ്പം നാടകത്തിൽ അദ്ദേഹത്തിന് മികച്ച നാടക നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു. അതും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ഹേമന്ത് കുമാർ എഴുതി രാജേഷ് ഇല്ല സംവിധാനം ചെയ്ത നാടകമാണ്. അതിന് തൊട്ടു മുമ്പ് അവാർഡ് ലഭിച്ച പ്രിയപ്പെട്ട ശ്രീ ബിജുവും അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു കലാകാരനാണ്. ആ പ്രതിസന്ധികളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും മുഖത്ത് ചായം തേച്ചുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ബിജുവിനും അവാർഡ് ലഭിച്ചു. അതും പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ഹേമന്ത് കുമാർ എഴുതി
രാജേഷ് ഇളം സംവിധാനം ചെയ്ത ഏറ്റവും മനോഹരമായ നാടകത്തിനായിരുന്നു. അപ്പം അതും രണ്ടുപേരും ഒരേ അയൽക്കാരാണ്, സ്ഥലക്കാരാണ്, സുഹൃത്തുക്കളാണ്. അതും ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമാണ്. ഒപ്പം മലയാള നാടകവേദിയിൽ പകരം വെക്കാനില്ലാത്ത എല്ലാ കാലത്തും അത്ഭുതങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ചിന്തയും ഒക്കെയുള്ള ശ്രീ രാജേഷ് ഇളത്തിനാണ് ഇപ്രാവശ്യത്തെയും മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. തീരെ ചെറുപ്പമാണ്. അദ്ദേഹത്തെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മലയാള നാടകവേദിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും. ഇപ്പോഴും ഈ നാടകവും ഒരത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളിലും ആ വ്യത്യസ്തത പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നാടക സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം ശ്രീ ഹേമന്ത് കുമാറിനെ ആദരിക്കാനാണ് എത്തിച്ചേർന്ന് അദ്ദേഹം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോയതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തോടുമുള്ള സ്നേഹവും അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഇപ്പോൾ പ്രധാനമായും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള നാടക പ്രേക്ഷകരായിട്ടുള്ളവരും കലാകാരന്മാരും ആവശ്യപ്പെട്ടതനുസരിച്ച് മത്സര നാടകങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരു നിർദ്ദേശം സാംസ്കാരിക വകുപ്പിന് മുമ്പിൽ നിയമസഭയിൽ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയം വെച്ചുകൊണ്ട് പറയുന്നത് ഇപ്പോൾ 10 നാടകങ്ങളെന്നുള്ളത് ഒരു 20 നാടകങ്ങളാക്കിയെങ്കിലും മാറ്റണം. കാരണം 100 കണക്കിന് നാടകങ്ങളാണുള്ളത്. മറ്റൊന്ന്, ഈ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കൂടി അവാർഡിന് പരിഗണിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി സാംസ്കാരിക വകുപ്പിൻ്റെ മുമ്പിൽ വെക്കാനും ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ നാടകത്തെ സ്നേഹിക്കുകയും നാടക മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാ ഇടപെടലുകളും ഉണ്ടാകും. പ്രിയപ്പെട്ട ശ്രീ രാജേഷ് ഇളത്തിനും പ്രിയങ്കരനായ ശ്രീ ഗിരീഷ് രവിക്കും പ്രിയപ്പെട്ട ശ്രീ സുഹൃത്ത് ശ്രീ ബിജുവിനും മറ്റ് കലാകാരന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ചങ്ങനാശ്ശേരി അണിയറയുടെ ഈ ഡ്രാക്കുള എന്ന നാടകം നിറഞ്ഞ സദസ്സുകളിൽ ഒരുപാട് വേദികളിൽ കടിക്കട്ടെ, വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.